പഠിക്കുമ്പോൾ 8th ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. The best instrument for accurate measurement of EMF of a cell is. നമ്മൾ സാധാരണ EMF മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ ആണ്. പക്ഷേ വോൾട്ട് മീറ്റർ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മളൊരു റെസിസ്റ്റൻസിനകത്ത് കൂടി ഒരു 5 ഓം റെസിസ്റ്റൻസ്, ഇതിനകത്ത് 2 ആംപിയർ കറണ്ട് കടന്നു പോവുകയാണ്. Then actually what is the potential difference across resistance? That is 2 into 5, that is 10 വോൾട്ട് ആണ് കാണി. പക്ഷെ നമ്മൾ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ എടുത്ത് വെക്കുമ്പോൾ ഈ വോൾട്ട് മീറ്റർ ഇതിലേ വരുന്ന കുറച്ച് കറണ്ടിനെ മുകളിലേക്ക് ഡ്രോ ചെയ്യും. സപ്പോസ് ഒരു 0.1 ആംപിയർ കറണ്ട് ഡ്രോ ചെയ്യുന്നു. അപ്പൊ ഇങ്ങോട്ടേക്കുള്ള കറണ്ട് 1.9 ആയിട്ട് മാറും. വോൾട്ടേജിന് വ്യത്യാസവും വരും. 5 into 2 10 ആണ് കാണിക്കേണ്ടത്. ഇത് 1.9 into 5 കാണിക്കും. അതെന്ന് വോൾട്ടേജ് കുറയും. അപ്പൊ ഈ നമ്മുടെ വോൾട്ട് മീറ്റർ കറണ്ട് ഡ്രോ ചെയ്യുന്നത് കൊണ്ടാണ് വോൾട്ട് മീറ്റർ റീഡിങ്ങിന് ചെറിയ എറർ വരിക. അപ്പൊ ഈ വോൾട്ട് മീറ്റർ കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യരുതെങ്കിൽ ഇവന്റെ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് പറയുന്നത്, ഒരു ഐഡിയൽ വോൾട്ട് മീറ്റർ മീൻസ് ഹൈ റെസിസ്റ്റൻസ്, ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിന്റെ കേസിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൾ പോയിന്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്, EMF മെഷർ ചെയ്യുന്നത്. കാരണം ഗാൽവനോമീറ്റർ നമ്മൾ മൂവി വെച്ചുകൊണ്ടുവന്നാൽ 0 ഡിഫ്ലക്ഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പൊ നമുക്ക് ഒട്ടും കറണ്ട് അവൻ ഡ്രോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ആക്യുറേറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ബെസ്റ്റ് ഇൻസ്ട്രുമെന്റ് ഫോർ മെഷറിംഗ് EMF ഈസ് ഈക്വൽ ടു ആരാണ്? പൊട്ടൻഷ്യോമീറ്റർ ആണ്. കൂടാതെ പൊട്ടൻഷ്യോമീറ്ററിന്റെ എയിം എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞു? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ സ്മാൾ വോൾട്ടേജ് വെരി ആക്യുറേറ്റ്ലി. വളരെ ചെറിയ വോൾട്ടേജ് വളരെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് പൊട്ടൻഷ്യോമീറ്റർ. അതുകൊണ്ട് അത് നമ്മൾ ഓർത്തിരിക്കുക. പൊട്ടൻഷ്യോമീറ്റർ ഇസ് ദ ബെസ്റ്റ് ഇൻസ്ട്രുമെന്റ്. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനകത്തേക്ക് നമ്മൾ പോകും. ക്വസ്റ്റ്യൻ നമ്പർ 9 വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9 പറഞ്ഞിരിക്കുന്നത് എന്താണ്? An electric current is passed through a circuit containing 2 wires of same material connected in parallel. If the length and the radius of the wire are in the ratio 3:2 and 2:3, then the ratio of the current passing through the wires will be. അപ്പൊ നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പാരലൽ കണക്ഷൻ ആണ്. 2 വയേഴ്സിന് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് വയർസിന്റെ ലെങ്തിന്റെ റേഷ്യോ 3:2 ആണ്. അതുകൊണ്ട് ഞാൻ ഒരു വയറിനെ നീളം കൂടിയ വയറായിട്ടും ഒരെണ്ണത്തിന് ഞാൻ നീളം കുറഞ്ഞ വയറായിട്ടും ഞാൻ എടുക്കും. ഇവർ രണ്ടുപേരെയും പാരലായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉറപ്പാണ് ഇതിലെ വരുന്ന കറണ്ട് മെയിൻ കറണ്ട്. അപ്പൊ ഇവന്റെ റെസിസ്റ്റൻസ് R1 ആണെന്നിരിക്കട്ടെ, ഇതിന്റെ റെസിസ്റ്റൻസ് R2 ആണെന്നിരിക്കട്ടെ. കറണ്ട് ഡിവൈഡ്, ഇതിലെ വരുന്ന മെയിൻ കറണ്ട് ഡിവൈഡ് ചെയ്ത് I1 ഉം I2 ആയിട്ട്. പാരലൽ കോമ്പിനേഷന്റെ പ്രത്യേകത എന്താണ്? ഇൻ പാരലൽ കോമ്പിനേഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് വയേഴ്സ് റിമെയിൻസ് ദ സെയിം. രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ പാരലൽ കോമ്പിനേഷൻ അക്രോസ് വോൾട്ടേജ് സെയിം ആയിരിക്കും. That means I1 R1 is equal to I2 R2. I1 R1 is equal to I2 R2. Therefore, I1 divided by I2 is equal to R2 divided by R1. That is equation number 1. ഇനി നമ്മൾ R1 R2 കണ്ടുപിടിച്ചാൽ മാത്രം മതി. What is the equation for resistance? Resistance R is equal to rho into L divided by area. Area here is equal to pi r square because it is cylindrical shape. Radius of it. That is resistance is directly proportional to L by R square. Therefore, R1 divided by R2 is equal to L1 divided by L2 into R2 divided by R1 the whole square. ലെങ്തിന്റെ റേഷ്യോ എത്രയാണ്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു പറഞ്ഞിരിക്കുന്നത് 3:2, 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റേഡിയസിന്റെ റേഷ്യോ ആണെങ്കിൽ 2:3 ആണ്. പക്ഷെ ഇവിടെ R1 by R2 ആണ് 2:3. ഇവിടെ R2 by R1 ആണ് 3 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 27 ഡിവൈഡഡ് ബൈ 8. ഇവിടെ നമുക്ക് വേണ്ടത് R1 by R2 അല്ല, R2 by R2. Therefore, current I1 divided by I2 is equal to 8 divided by 27. This is the answer. ഇനി നമ്മുടെ ചോയ്സിനകത്തേക്ക് നോക്കുക. ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 80/20. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ ഇതാണ്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 10.
ക്വസ്റ്റ്യൻ നമ്പർ 10 വായിച്ചു നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 10 പറഞ്ഞിരിക്കുന്നത് ബൈ ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ആൻഡ് എ സെമി കണ്ടക്ടർ. കൂടുമോ കുറയുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യമേ അറിയേണ്ട കേസ് നമ്മുടെ കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു, അതായത് നമ്മൾ അതിന്റെ കണ്ടീഷൻ കൂടി നമ്മൾ ഓർക്കുക. 0 ഡിഗ്രി സെൽഷ്യസിൽ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് R0 ആണെങ്കിൽ T ഡിഗ്രി സെൽഷ്യസിൽ അവരുടെ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ T. അവിടെ ആൽഫയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇത് റെസിസ്റ്റൻസിന്റെ കേസിലാണ്. സെയിം എഫക്ട് തന്നെയാണ് റെസിസ്റ്റിവിറ്റിയുടെ കേസിൽ. റെസിസ്റ്റിവിറ്റിക്ക് പറയുന്ന പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ 0 ഡിഗ്രി സെൽഷ്യസിൽ റെസിസ്റ്റിവിറ്റി റോ 0 ആണെങ്കിൽ T ഡിഗ്രി സെൽഷ്യസിൽ അവരുടെ റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ T. സെയിം ഇക്വേഷൻ. അവിടെ ആൽഫയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസ്. നമ്മൾ പഠിക്കുന്നുണ്ട് ആൽഫ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ആൽഫ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ആൽഫ പോസിറ്റീവ് ആയതിന്റെ അർത്ഥം എന്താണ്? ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഈസ് ആൾസോ ഇൻക്രീസസ്. ആൽഫ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. നമ്മുടെ മെറ്റൽസിന് ആൽഫ പോസിറ്റീവ് ആണ്, സെമി കണ്ടക്ടേഴ്സിന് ആൽഫ നെഗറ്റീവ് ആണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇൻ ദ കേസ് ഓഫ് മെറ്റൽസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഈസ് ആൾസോ ഇൻക്രീസസ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് സെമി കണ്ടക്ടർ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ത് വരുമെന്നുള്ളൂ നിങ്ങൾ നോക്കി എഴുതുക. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസസ് ഫോർ കണ്ടക്ടേഴ്സ് ആൻഡ് ഡിക്രീസസ് ഫോർ സെമി കണ്ടക്ടേഴ്സ്. പക്ഷെ ഇത് ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് സെമി കണ്ടക്ടറും കണ്ടക്ടറും എന്ന് പറയാതെ അവർ പറഞ്ഞിരുന്ന അലൂമിനിയവും സിലിക്കണും ചൂടാക്കുന്നു. Aluminum and silicon are heated from 0 degree Celsius onwards. What happens to the resistance of that material? അപ്പോൾ അലൂമിനിയം എന്ന് പറയുന്ന കണ്ടക്ടറാണ്, സിലിക്കൺ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? സെയിം ആൻസർ. പറഞ്ഞ മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനകത്തേക്ക് പോകാം. 11ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. 11th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വി യൂസ് അലോയ് ഫോർ മേക്കിംഗ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ബിക്കോസ് ദേ ഹാവ്. അതൊക്കെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, അതിനകത്ത് പ്രത്യേകിച്ച് ഡൈവേർഷൻസ് ഒന്നുമില്ല. അവരുടെ ഹൈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി, ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയും ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസും ആയിരിക്കണം. എന്താ ഈ ലോ ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിന് വേരിയേഷൻ വരരുത്. ഇപ്പൊ നമ്മളൊരു ബൾബിനകത്തൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കാൻ പാടില്ല. ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആയിരിക്കണം, ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസും ആയിരിക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു ബൾബിന്റെ ഫിലമെന്റ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു വയർ കൊണ്ടുണ്ടാക്കുന്നത്. ഹൈ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഗ്ലോ വരൂ. കൂടാതെ വലിയ വേരിയേഷൻ റെസിസ്റ്റൻസിനകത്ത് വരാനും പാടില്ല. അതുകൊണ്ടാണ് ഇതിന്റെ ലോ, അത് സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ലോ ഇൻ ദ കേസ് ഓഫ് അലോയ്സ്, low temperature coefficient of resistivity and high specific resistance. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനകത്തേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താ പറഞ്ഞിരിക്കുന്നത്? എ കോൺസ്റ്റന്റ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദ ടു എൻഡ്സ് ഓഫ് എ യൂണിഫോം മെറ്റാലിക് വയർ. Heat H is evolved in it. If another wire of the same material, double the radius and twice the length is as compared to the original wire is used, then the heat developed in it will be. ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം, ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ്. എന്നിട്ട് ഹീറ്റിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഉടനെ എഴുതണം heat H is equal to V square by R into T, constant voltage applied. അല്ലെങ്കിൽ when two conductors are connected in parallel എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വോൾട്ടേജ് സെയിം ആണ്. അവരുടെ ഹീറ്റിന്റെ റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ എന്ത് തന്നെ എടുക്കണം? എന്നാൽ when two conductors are connected in series എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എച്ചിനുള്ള ഈക്വേഷൻ I squared RT എടുക്കണം. കാരണം സീരീസ് കോമ്പിനേഷൻ ആര് സെയിം ആണ്? കറണ്ട് റിമെയിൻസ് എ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് പാരലൽ കോമ്പിനേഷൻ വരികയോ വോൾട്ടേജ് സെയിം ആണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ V square by R T. ഇവിടെ വിയും ടിയും സെയിം ആണ്. Therefore it is inversely proportional to R. Therefore H1 divided by H2 is equal to R2 divided by R1. നേരത്തെ എഴുതിയതുപോലെ ഇക്വേഷൻ.
ഇനി ഇവരുടെ R2 R1 കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് R is equal to rho into L divided by pi R square. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ട്വൈസ് ദ ലെങ്ത് ആൻഡ് ഡബിൾ ദ റേഡിയസ്. എല്ലാം നമുക്കറിയാം. That is, it is directly proportional to L divided by R square. Therefore, R1 divided by R2 is equal to L1 divided by L2 into R2 divided by R1 the whole square. രണ്ടാമത്തെ വയറിന്റെ ലെങ്ത് എത്രയാണ്? ഡബിൾ ലെങ്തും ഡബിൾ. അപ്പൊ നമുക്ക് പറയാം that is equal to L1 divided by 2L1 and 2R1 divided by R1 the whole square. That is equal to 2:1. Therefore, R1 by R2 is equal to 2:1. Therefore, R2 by R1 is equal to 1 divided by 2. That is, H1 divided by H2 is equal to 1 by 2. H2 is equal to 2H1. Therefore, initial heat energy H ആണെങ്കിൽ final heat energy is equal to 2H. That is, answer is 3. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഓർക്കുക, പാരലൽ രണ്ട് വയേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് സെയിം. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ കറണ്ട് ഹീറ്റിന്റെ റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ കേസിൽ V²/R എടുക്കണം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ I²RT വേണം എടുക്കാൻ. തെറ്റിച്ച് കളയരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. തേർട്ടീൻത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? If the potential difference V is applied across a conductor is increased to 2V with its temperature kept constant, the drift velocity of free electrons in the conductor will be. അതിന് drift velocity equation അറിയണം. What is the equation for drift velocity? Drift velocity V is equal to EV tau divided by Mn. That is, it is directly proportional to voltage. Then the potential difference is doubled. Drift velocity is also doubled. Therefore, answer is 3. നമ്മൾ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ചോദിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ചില ക്വസ്റ്റ്യൻസിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വയേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ റേഷ്യോ ചോദിക്കുമ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. എന്നാൽ രണ്ട് കണ്ടക്ടേഴ്സിനെ സീരീസിൽ കണക്ട് ചെയ്തിട്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി ചോദിക്കുകയാണെങ്കിൽ കറണ്ട് I is equal to NAVE എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. V is equal to I by NAE എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചു. സാധാരണ റേഷ്യോ ചോദിക്കാറുണ്ട്. What is the ratio between the drift velocity when two conductors are connected in parallel? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. When they are connected in series എന്ന് പറയുകയാണെങ്കിൽ ഈ ഇക്വേഷൻ വേണം ഉപയോഗിക്കാൻ. എന്തായാലും നമ്മൾ ഇവിടെ ഈ ഇക്വേഷൻ വെച്ച് വോൾട്ടേജ് ഡബിൾ ചെയ്തു. അതുകൊണ്ട് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനകത്തേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ നമ്പർ 14 പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമുക്ക് നല്ല ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനെ നമ്മൾ മാറ്റി ഇതിന്റെ ഈക്വലന്റ് സർക്യൂട്ടിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റണം. ഇതിന്റെ ഈക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നതാണ്. നോക്കുക, ഈ ബി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഇങ്ങോട്ട് നീക്കി വെക്കുന്നു എന്ന്. ഈ ബി എന്ന് പറയുന്ന അപ്പൊ എയും ബിയും നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതിനെ പിടിച്ച് വലിച്ചു നിൽക്കും. നോക്കുമ്പോൾ ബി എന്ന് പറയുന്നിടത്ത് ഒരു കണക്ഷൻ വരും. ശ്രദ്ധിച്ചോണം. ഇവിടെ വന്നിട്ട് മുകളിലേക്ക് ഒരു റെസിസ്റ്റൻസ് 30 മുകളിലേക്ക് പോകും. കൂടാതെ ഒരു 8 ഓം നേരെ വരും. മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് ഇങ്ങോട്ട് നമ്മൾ ബി എ പിടിച്ചിങ്ങോട്ട് നീക്കി വെച്ചു. 8 ഓമിനോട് സീരീസിൽ ആര് വരുന്നു? 6 ഓം വരുന്നു. ഇത് 6 ഓം, ഇത് 8 ഓം, ഇത് 30. ഇനി 8 ഓമിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? ഒരു 3 ഓം വരുന്നു ഇങ്ങോട്ടേക്ക്. അത് എങ്ങോട്ടേക്കാണ് വരിക? എയിലേക്ക്. ഈ വരുന്ന കണക്ഷൻ നേരെ എങ്ങോട്ടാണ് വരിക? എയിലേക്ക്. 30ൽ നിന്ന് വരുന്ന കണക്ഷൻ നേരെ വരുന്നത് എയിലേക്ക് തന്നെയാണ്. 3ൽ നിന്ന് വരുന്നത് എയിലേക്കാണ്. 6ൽ നിന്ന് വരുന്നത് എയിലേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു 6ഉം 3യും കൂടെ പാരലായിട്ട് വരുമ്പോൾ എഫക്റ്റീവ് 2. 6 × 3 ഡിവൈഡ് ബൈ 6 + 3. 2ഉം 8ഉം കൂടെ സീരീസിലാവുമ്പോൾ 10. 30ഉം 10ഉം കൂടെ പാരലായിട്ട് വരുന്നു. 30ഉം 10ഉം കൂടെ പാരലായിട്ട് വരുമ്പോൾ R effective is equal to 30 × 10 divided by 30 + 10.
That is, it is equal to 300 divided by 40. That is 30 divided by 4, or it is equal to 7.5. This is the answer. 14th question കഴിഞ്ഞു. നമുക്ക് അടുത്തത് 15th question അകത്തേക്ക് നമുക്ക് പോകാം. 15th question. Question നോക്കുക. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. നമ്മൾ ഓർക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇല്ല. μ0 Ni നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. μ0 Ni മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B is equal to μ0. μ0യുടെ യൂണിറ്റ് അറിഞ്ഞിരിക്കണം. μ0യുടെ യൂണിറ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. μ0യുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ ആംപിയർ സ്ക്വയർ ആണ്. Therefore its unit is equal to Newton per by ampere square into number of turns per unit length 1 by m into ampere. ഒരു ആംപിയർ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ ആംപിയർ മീറ്റർ. This is the answer. This is the answer. Second answer. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. μ0യുടെ യൂണിറ്റ് ഇവിടെ നിന്ന് അറിയാം, ന്യൂട്ടൺ പെർ ആംപിയർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ബിയുടെ യൂണിറ്റ് μ0 Ni. ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, നമ്പർ ഓഫ് ടേൺസ് ബൈ ലെങ്ത്. അതുകൊണ്ടാണ് 1 by മീറ്റർ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.